ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, കടുക്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു കപ്പോളം തൈരുമാണ് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു കുക്കറിലേക്ക് ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഉപ്പ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. അത് വേവുന്ന ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ നേരത്തെ എടുത്തു വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും, ഇഞ്ചിയും, കടുകും, ജീരകവും, പിന്നെ കറിവേപ്പിലയും, ആവശ്യത്തിന് വെള്ളം, അരവിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കണ്ട. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോ നന്നായി ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബീട്രൂട്ട് ഒന്ന് നമുക്ക് ചെറുതായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആക്കണ്ട, ഒന്ന് ചെറുതായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ബീട്രൂട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പരുവൊന്നും ആയിട്ടില്ല, എന്നാലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ എടുത്ത കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ബീട്രൂട്ട് മിക്സ്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ തേങ്ങയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമില് സ്റ്റൗവിലൊന്ന് വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി വരും. ആ ചൂടായി വന്നതിന് ശേഷം ഇതാക്കും നന്നായി മിക്സായി വന്നിട്ടുണ്ട് ബീട്രൂട്ട് മിക്സും തേങ്ങ അരപ്പൊക്കെ. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് നല്ല പുളിയുള്ള തൈരാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് കാച്ചി ഒഴിക്കാം. അതിനായി ഞാനിപ്പോ ഇവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി കാച്ചി ഒഴിക്കാം. ആ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ കഴിക്കും. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ നിങ്ങൾ കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ അതിനു മുന്നേ ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടും. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.